ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അധ്യായം 33 അഹ്സാബിലെ സൂചകം 56 വചനങ്ങളാണ് ഞാനിപ്പോൾ പാരായണം ചെയ്തത്. ഇനി മറ്റൊരു വചനം നമുക്ക് പാരായണം ചെയ്യാം. അത് അധ്യായം 27 നംലിലെ സൂചകം 59 ഒരു വചനമാണ്. ആ വചനം ഇങ്ങനെയാണ്: ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ഖുൽ ഹംദുലില്ലാഹി വസ്സലാം അലാ ഇബാദില്ലദീന ഇസ്തഫാ. ഇങ്ങനെ രണ്ട് വചനങ്ങൾ ഞങ്ങളിവിടെ പാരായണം ചെയ്യും. ഇതിൽ ആദ്യത്തെ വചനം അധ്യായം 33 അഹ്സാബിലെ വചനം: ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു എന്ന വചനം നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, ഇനിയും കേൾക്കും. പക്ഷേ അധ്യായം 27 നംലിലെ സൂചകം 59 വരുന്ന ആ വചനം ഖുൽ ഹംദുലില്ലാഹി വസ്സലാം അലാ ഇബാദില്ലദീന ഇസ്തഫ, ഈ വചനം നിങ്ങൾ അധികമൊന്നും കേട്ടിട്ടില്ല. കാരണം പുരോഹിതന്മാർ മുഴുവൻ, അല്ലെങ്കിൽ സ്വലാത്ത് കച്ചവടക്കാർ മുഴുവൻ കൊട്ടിഘോഷിക്കുന്ന ഒരു വചനമാണ് ആദ്യം പാരായണം ചെയ്തത്. അഹ്സാബിലെ വചനം ഇന്നല്ലാഹ വ മലായികതുഹു എന്ന് തുടങ്ങുന്ന വചനം. എന്നാൽ ഒരു പുരോഹിതനും തൻ്റെ വയലിനിടയിൽ പുട്ടിനിടയിൽ തേങ്ങ ഇടുന്നത് പോലെ ഇടാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ വചനം കുറിച്ചു കൊണ്ടുപോകാറില്ല. അതായത് ഖുൽ ഹംദുലില്ലാഹി വസ്സലാം അലാ ഇബാദില്ലദീന ഇസ്തഫ എന്ന വചനം ഒരു പുരോഹിതനും ഒരു വയലിനും ആവർത്തിക്കാറില്ല, കൊട്ടിഘോഷിക്കാറില്ല. കാരണം എന്തായിരിക്കും? അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ദൈവാനുഗ്രഹത്തോടുകൂടി സ്വാഗതം. പരിശുദ്ധ ഖുർആനിലെ 2 വചനങ്ങൾ ഞങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു. ആദ്യത്തെ വചനം അഹ്സാബിലെ, രണ്ടാമത്തെ വചനം നംലിലേക്ക്. ഇവിടെ നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത് എന്താണ് ഈ ഖുർആൻ. പലരും ഈ സമയത്ത് വീഡിയോ ഓഫാക്കി പോകാൻ ശ്രമിച്ചേക്കാം. എന്തുകൊണ്ടാണ് ഈ കാക്ക വിളിച്ചു പോകുന്നത്? എന്താണ് ഖുർആൻ എന്ന് അറിയാത്തവർ ആരാണ് ഈ ഇസ്ലാം മതത്തിലുള്ളത്? സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചരിത്രത്തിൽ ആദ്യമായി കേൾക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇസ്ലാം മതവിശ്വാസികളിൽ ഏകദേശം 99% ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാം. എന്നാൽ 1-2% മാത്രമേ അറബി ഭാഷ അറിയുകയുള്ളൂ, അല്ലെങ്കിൽ ആശയം മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ വായിക്കാൻ അറിയുകയുള്ളൂ. അത് വളരെ ചെറിയൊരു ശതമാനത്തിന്, 1-2%. 99%നും ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാം. ആ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്നവരിൽ ചിലർ വളരെ ഭക്തിയോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. പക്ഷേ അവർക്ക് ആശയത്തിൻ്റെ ഒരു കണിക പോലും അറിയില്ല. ഇങ്ങനെ ആശയത്തിൻ്റെ ഒരു കണിക പോലും അറിയാതെ
അല്ലെങ്കിൽ ഭാഷയിലെ ഒരു വാക്കിന്റെ അർത്ഥം പോലും അറിയാതെ നിരന്തരം ഖുർആൻ പാരായണം ചെയ്തതുകൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടോ? ഉണ്ട്. ഖുർആനിലെ ആദ്യ കൽപ്പന തന്നെ അതാണ്. ബിഇസ്മി റബ്ബിക്കല്ലദീ ഖലഖ. അതായത് നിങ്ങൾ പാരായണം ചെയ്യുക. ഇങ്ങനെ ആശയമറിയാതെ, ഭാഷയിലെ ഒരു വാക്കിന്റെ പോലും അർത്ഥമറിയാതെ ഖുർആൻ പാരായണം ചെയ്തിട്ട് എന്ത് നേട്ടം? അതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അപ്പോഴാണ് എന്താണ് ഈ ഖുർആൻ എന്ന് വ്യക്തമാവുക. ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു ഇസ്മായിൽ സന്തതി ഭാഷയുടെ അർത്ഥമറിയാതെ വളരെ ഭക്തിയോടെ ഇത് ഒരു വേദഗ്രന്ഥമാണ്, ദൈവത്തിൽ നിന്നുള്ള മഹത്തായ ഒരു അനുഗ്രഹമാണ് എന്ന് കരുതിക്കൊണ്ട് ഖുർആൻ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ ചെയ്യുന്നത് ഖുർആനിലെ ഒട്ടുമിക്ക കൽപ്പനകളും, വളരെ പ്രധാനപ്പെട്ട എല്ലാ കൽപ്പനകളും യാന്ത്രികമായി അവൻ തൻ്റെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുന്നു. വളരെ വിചിത്രമായ ഒരു അറിവായിരിക്കാം ഇത്. അതായത് ഒരു മുസ്ലിം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി വളരെ ഭക്തിയോടുകൂടി ഇത് ദൈവത്തിൽ നിന്നുള്ള മഹത്തായ ഒരു അനുഗ്രഹമാണ് എന്ന ചിന്തയോടുകൂടി, എന്ന ധാരണയോടുകൂടി ഖുർആൻ നിരന്തരം പാരായണം ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ആ ഖുർആനകത്തെ ഫുർഖാനിലെ ഒരു കൽപ്പനയും അവൻ അറിയില്ല എങ്കിലും അവനത് നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള ഒട്ടുമിക്ക പ്രധാനപ്പെട്ട എല്ലാ കൽപ്പനകളും അവൻ യാന്ത്രികമായി തൻ്റെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വലാത്ത് കച്ചവടത്തിലേക്ക് പ്രവേശിക്കാം. അതായത് ഞാൻ രണ്ടാമത് പാരായണം ചെയ്ത വചനം അധ്യായം 27 നംലിലെ സൂചകം 59 വരുന്ന ഖുൽ ഹംദുലില്ലാഹി വസ്സലാം അലാ ഇബാദില്ലദീന ഇസ്തഫാ. എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന്, എന്താണ് ഇതിൻ്റെ ആശയമെന്ന് ഭാഷ അറിയാത്ത ഒരു പാരായണക്കാരന് മനസ്സിലാവില്ല. പക്ഷേ അവൻ ഖുർആൻ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിലെ ആദ്യത്തെ കൽപ്പന ഖുൽ ഹംദുലില്ലാഹി, അതായത് അൽഹംദുലില്ലാ എന്ന് പറയുക എന്ന കൽപ്പന അവൻ നിരന്തരം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാന്ത്രികമായി അവൻ പാലിക്കുന്നു. കാരണം അൽഹംദുലില്ലാ എന്ന് നിരന്തരം അവൻ പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അവൻ നിരന്തരം പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഖുൽ ഹംദുലില്ലാഹി എന്ന കൽപ്പന പ്രാവർത്തികമാകും. ആ വചനത്തിലെ അടുത്ത കൽപ്പന ഇങ്ങനെയാണ്, വസലാം അലാ ഇബാദില്ലദീന ഇസ്തഫാ. അതായത് ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ അടിമകൾക്ക്, ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ ഭക്തന്മാർക്ക് സലാം പറയുക. ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തി, ഖുർആനിൻ്റെ ആശയമറിയാതെ ഖുർആൻ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി എപ്പോഴാണ് ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ ദാസന്മാർക്ക് സലാം പറയുന്നത്? ശ്രദ്ധിച്ചു കേട്ടോളൂ. അധ്യായം 37 സ്വാഫാത്ത്, അതിലെ സൂചകം 79. ആ വചനം ഇങ്ങനെയാണ്, സലാം അലാ നൂഹൻ ഫിൽ ആലമീൻ. അതേ അധ്യായത്തിൽ തന്നെ സൂചകം 109 വചനം ഇങ്ങനെയാണ്, സലാം അലാ ഇബ്രാഹിം. അതേ അധ്യായത്തിൽ തന്നെ സൂചകം 120
ആ വചനം ഇങ്ങനെയാണ്: സലാം അലാ മൂസ വ ഹാറൂൻ. അതേ അധ്യായത്തിൽ തന്നെ സൂചകം 130. സലാം അലാ ഇല്യാസീൻ. ആ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: വസ്സലാം അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇങ്ങനെ ഒരു അധ്യായത്തിലൂടെ തന്നെ ഖുർആൻ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആദ്യം സലാം അലാ നൂഹൻ ഫിൽ ആലമീൻ എന്ന് പറയുന്നു, അതായത് നൂഹ് നബിക്ക് സലാം പറയുന്നു. പിന്നീട് സലാം അലാ ഇബ്രാഹിം എന്ന് പറയുന്നു, അതായത് ഇബ്രാഹിം നബിക്ക് അബ്രഹാം പ്രവാചകനായ അബ്രഹാമിന് സലാം പറയുന്നു. പിന്നെ സലാം അലാ മൂസ വ ഹാറൂൻ എന്ന് പറയുന്നു, അതായത് മൂസ നബിക്കും അദ്ദേഹത്തിന്റെ സഹോദരനായ ഹാറൂൻ നബിക്കും സലാം പറയുന്നു. പിന്നെ സലാം അലാ ഇലിയാസിൻ എന്ന് പറയുന്നു, അതായത് ഇലിയാസ് നബിക്ക് സലാം പറയുന്നു. പിന്നീട് ആ അധ്യായം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വസ്സലാം അലൽ മുർസലീൻ, അതായത് എല്ലാ ദൂതന്മാർക്കും സലാം പറയുന്നു. പിന്നെ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ അധ്യായം അവസാനിപ്പിക്കുന്നു. ഇതിനു മുമ്പ്, ഈ അധ്യായം പാരായണം ചെയ്യുന്നതിന് മുമ്പ്, പാരായണം ചെയ്ത വ്യക്തി ആ വ്യക്തി അറിയാതെ പറഞ്ഞു പോയ ഒരു കൽപ്പനയുണ്ട്: ഖുലിൽ ഹംദുലില്ലാഹി വസ്സലാം അലാ ഇബാദില്ലദീന ഇസ്തഫ. ആ പാരായണം ചെയ്ത വ്യക്തിക്ക് എന്താണ് അതിന്റെ ആശയം എന്നറിയില്ല. പക്ഷേ ആ വ്യക്തി, ആ ഭക്തൻ നിരന്തരം പാരായണം ചെയ്യുന്നു. പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി ആ കൽപ്പന തൻ്റെ ജീവിതത്തിൽ പാലിക്കുന്നു. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാർക്ക് സലാം പറയുന്നു, എല്ലാ ദൂതന്മാർക്കും, സകല ദൂതന്മാർക്കും സലാം പറയുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ അധ്യായം അവിടെ അവസാനിപ്പിക്കുന്നു. ഇതാണ് ഒരു വേദഗ്രന്ഥം. അത് ഏത് വേദഗ്രന്ഥമായാലും, ഖുർആനായാലും തൗറാത്തായാലും ഇഞ്ചീലായാലും ഇനി മറ്റേതൊരു വേദഗ്രന്ഥമായാലും, ആ വേദഗ്രന്ഥത്തിന്റെ തനത് ഭാഷയിൽ നമ്മളത് പാരായണം ചെയ്യുമ്പോൾ, നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വളരെ ഭക്തിയോടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഒട്ടുമിക്ക പ്രധാന കൽപ്പനകളും നമ്മൾ അറിയാതെ യാന്ത്രികമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നു. ഭക്തിയോടെ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവർ. എന്നാൽ ആശയം അറിഞ്ഞ് വയലുമായി നടക്കുന്നവർ, അല്ലെങ്കിൽ ആശയങ്ങൾ അറിഞ്ഞ് പ്രഘോഷിച്ചുകൊണ്ടും പ്രഭാഷണം നടത്തിക്കൊണ്ട് നടക്കുന്നവർ യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. അവർ ആശയം അറിയാം എന്ന് ഞെളിയുന്നു, എന്നിട്ടോ ഖുർആനിലെ അല്ലെങ്കിൽ ഫുർഖാനിലെ ഒരു കൽപ്പന പോലും അവർക്ക് ജീവിതത്തിൽ പാലിക്കാൻ, നടപ്പിൽ വരുത്താൻ സാധിക്കുന്നില്ല. അവർക്ക് സാധിക്കുന്നത് തങ്ങൾക്ക് ഇതിൻ്റെ ആശയം മുഴുവൻ അറിയാം എന്ന് ഞെളിയാൻ മാത്രമാണ്. അല്ലാതെ യാന്ത്രികമായോ അറിഞ്ഞുകൊണ്ടോ സ്വയം അറിഞ്ഞുകൊണ്ടോ വേദഗ്രന്ഥത്തിലെ ഒരു കൽപ്പനയും ഒരു പുരോഹിതന്റെ ജീവിതത്തിലും നടപ്പിൽ വരുന്നില്ല. അവൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല. 2 വചനങ്ങളാണ് നമ്മൾ ഇവിടെ ഉദ്ധരിച്ചത്. ഒന്ന്, ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന വചനം. രണ്ടാമത്തത് അധ്യായം 2 ഖുലിൽ ഹംദുലില്ലാഹി വസ്സലാം അലാ ഇബാദില്ലദീന ഇസ്തഫ എന്ന വചനം. വളരെ ലളിതമായ ആശയം, വളരെ വ്യക്തമായ ഖുലിൽ ഹംദുലില്ലാഹി വസ്സലാം അലാ ഇബാദില്ലദീന ഇസ്തഫ എന്ന വചനം കൊട്ടിഘോഷിക്കട്ടെ. കേൾവിക്കാർക്കിടയിലോ കാഴ്ചക്കാർക്ക് മുമ്പിലോ പ്രചരിപ്പിക്കാതെ ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന വചനം അത്ര ലളിതമല്ലാത്ത വചനം, അത്ര ഗ്രാഹ്യമല്ലാത്ത വചനം എന്തിനാണ് ഈ പുരോഹിതന്മാർ മുഴുവൻ കൊട്ടിഘോഷിക്കുന്നത്? അതാണ് നമ്മുടെ അടുത്ത ചർച്ച. എന്താണ് ഖുർആൻ എന്ന് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതായത്
നമ്മൾ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത, ഇന്നേവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കാര്യം ഞങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇന്നല്ലാഹ വ മലായികത്തു യുസല്ലൂന അലൻ നബിയു യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന വചനത്തിന്റെ കൃത്യമായ അർത്ഥം? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. യുസല്ലു എന്ന പദം വരുന്നത് സ്വലാത്ത് എന്ന അടിസ്ഥാന പദത്തിൽ നിന്നാണ്. ഈ സ്വലാത്ത് എന്ന അടിസ്ഥാന പദം ഖുർആനിൽ ഒരുപാട് തവണ ആവർത്തിക്കുന്നുണ്ട്. ഈ ഒരു വചനത്തിൽ ഒഴികെ, അതായത് അഹ്സാബിലെ 56-ാം സൂചകത്തിലെ വചനത്തിൽ ഒഴികെ മറ്റ് ഖുർആനിലെ എല്ലാ വചനത്തിലും പുരോഹിതന്മാർ മുഴുവൻ സ്വലാത്ത് എന്ന പദത്തിന് അർത്ഥം നൽകിയിരിക്കുന്നത് നമസ്കാരം എന്നാണ്. നമസ്കാരം എന്ന അർത്ഥം തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, നമുക്കത് മനസ്സിലാവും, അത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതേ അർത്ഥം, നമസ്കാരം എന്ന അർത്ഥം ഇവിടെയും കൊണ്ടുവന്ന് ഉപയോഗിച്ച ഇന്നല്ലാഹ വ മലായികത്തു യുസല്ലൂന അലൻ നബി, ദൈവവും മലക്കുകളും പ്രവാചകന് വേണ്ടി നമസ്കരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, പ്രവാചകന്റെ വിശ്വാസികളെ അല്ലെങ്കിൽ അനുയായികളെ, ദൈവവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി, നിങ്ങളും അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കുക. അതായത് മുഹമ്മദ് നബിയാണ് ദൈവത്തെക്കാൾ വലിയ ദൈവം. ഇങ്ങനെയൊരു ആശയം വരുന്ന മറ്റൊരു വചനം ഖുർആനിൽ മറ്റെവിടെയും ഇല്ലതാനും. മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വചനത്തിന്റെ ആശയം അതാണെന്ന് ഉറപ്പിക്കാം. ഏതാണെന്ന്? ദൈവവും മലക്കുകളും മുഹമ്മദ് നബിക്ക് മുമ്പിൽ നമസ്കരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിന് തുല്യമായ ആ ആശയം വരുന്ന മറ്റൊരു വചനം ഖുർആനിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, പക്ഷേ എവിടെയും ഇല്ല. അതുകൊണ്ട് പുരോഹിതന്മാർക്ക് തൽക്കാലം ഈ സ്വലാത്ത് എന്ന പദത്തിന് നമസ്കാരം എന്ന അർത്ഥം ഇവിടെ കൊടുക്കാൻ സാധിക്കില്ല. പിന്നെന്തു കൊടുക്കും? അങ്ങനെയാണ് പുരോഹിതന്മാർ സ്വലാത്ത് എന്ന പദത്തിന് ഇവിടെ ദൈവവും മലക്കുകളും മുഹമ്മദ് നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു എന്നാക്കിയത്. ആദ്യകാലത്ത് സ്വലാത്ത് ചൊല്ലുക എന്നായിരുന്നു അവിടെ വ്യാഖ്യാനം കൊടുത്തത്, അല്ലെങ്കിൽ വിവർത്തനം കൊടുത്തത്. പിന്നീട് അത് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാക്കി മാറ്റി. അങ്ങനെ പല വ്യാഖ്യാനങ്ങളും പല വിവർത്തനങ്ങളും ഈ ഒരു വചനത്തിലെ സ്വലാത്ത് എന്ന പദത്തിന് നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇതാണ് ഖുർആനിന്റെ ഒരു കെണി. അതായത് ഒരിടത്ത് ഒരു വാക്കിന് ചേരാത്ത ഒരു അർത്ഥം നമ്മൾ നൽകിക്കഴിഞ്ഞാൽ ഖുർആൻ നമ്മളെ മറ്റൊരു സ്ഥലത്ത് കുടുക്കും. അവിടെ നമ്മൾ നമ്മുടേതായ ഒരു അർത്ഥം കണ്ടെത്തേണ്ടി വരും. 1400 വർഷങ്ങളോളമായിട്ട് അറബികൾ കുംഭ നിറച്ച് കിടന്നുറങ്ങുമ്പോൾ യഹൂദികൾ അങ്ങനെ കുംഭ നിറച്ച് കിടന്നുറങ്ങുകയായിരുന്നില്ല ചെയ്തിരുന്നത്. അവർ ഈ കണ്ട കാലമത്രയും എങ്ങനെയാണ് ഖുർആൻ വികലമാക്കുക എന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ടോ ഏതെങ്കിലും ഒരു വചനത്തിന്റെ ആശയം വികലമാക്കാൻ അതിലെ ഒരു അലിഫ് എടുത്ത് മാറ്റിയാൽ മതിയെങ്കിൽ അതേ ആശയം വരുന്ന മറ്റൊരു വചനത്തിലെത്തുമ്പോൾ അവിടെ അലിഫ് തന്നെയില്ല, പകരം ബാഗ് എന്ന അക്ഷരമായിരിക്കാം. അങ്ങനെ അവിടെ നിന്ന് ബാഗ് എടുത്ത് മാറ്റിയാൽ അവിടെ വികലമാകുന്നത് മറ്റൊരു തരത്തിലായിരിക്കും. ഇതാണ് ഖുർആനിന്റെ മറ്റൊരു കളി. ഒരു വചനം, ഒരു അക്ഷരം മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ വികലമാക്കാൻ ശ്രമിച്ചാൽ അതേ ആശയം മറ്റു വചനങ്ങളിൽ വരുന്നുണ്ട്. പക്ഷേ അവിടെ നമുക്ക് എടുത്തു മാറ്റാൻ ഈ അക്ഷരം കാണില്ല, വേറെ അക്ഷരമാണ് ഉണ്ടാവുക. ആ അക്ഷരം എടുത്തു മാറ്റിയാൽ ഉദ്ദേശിച്ച ആശയമല്ല വരിക, മറ്റൊരു ആശയമാണ് വരിക. ഈ 1400 വർഷങ്ങളായിട്ട് യഹൂദികൾ അഥവാ ഇസ്രായേൽ സന്തതികളിലെ ഏറ്റവും വലിയ കുതന്ത്രശാലികൾ ഖുർആൻ എങ്ങനെ വികലമാക്കാം എന്ന് ശ്രമിച്ചുകൊണ്ടേയിരുന്നു, പഠനം നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇന്നേ വരെ വിജയിച്ചിട്ടില്ല. കാരണം ഇതുതന്നെയാണ്, ഖുർആനിൽ ഒരുപാട് കെണികളുണ്ട്. അതിലൊരു കെണിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു വാക്കിൽ ഒരു വചനത്തിൽ ചേരാത്ത ഒരു അർത്ഥം നൽകിക്കഴിഞ്ഞാൽ മറ്റൊരു വചനത്തിലെത്തുമ്പോൾ നമ്മൾ
കുടുങ്ങും. കാരണം അവിടെ വേറൊരു അർത്ഥം അതേ വാക്കിന് നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഇതുകൊണ്ടാണ് ഖുർആൻ ഒരു ആശയവും, തഫ്സീറുകളായ തഫ്സീറുകൾ മുഴുവനും മറ്റൊരു ആശയവും, ഹദീസ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന പുരോഹിത പുരാണങ്ങളിൽ മൂന്നാമതൊരു ആശയവും നമുക്ക് കാണേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കേൾക്കേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞത് ഇതാണ്, ഖുർആനിലുള്ള യഥാർത്ഥ ആശയമല്ല തഫ്സീറുകളിൽ പറയുന്ന ആശയമല്ല ഹദീസ് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന പുരോഹിത പുരാണങ്ങളിൽ. മൂന്നും പരസ്പര വിരുദ്ധമാണ്. നമുക്ക് വീണ്ടും ഈ സ്വലാത്ത് എന്ന പദത്തിൽ വരാം. എന്താണ് ഈ സ്വലാത്ത് എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലുക എന്നാണ്. അല്ലെങ്കിൽ സ്വലാത്തുകളിലെ താജ് ആയ, സാഹിത്യപരമായി സ്വലാത്തിലെ താജ്, കിരീടം, നല്ല സ്വലാത്താണ്, നല്ല രസമുള്ള ഒരു സാഹിത്യകാരനെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വലാത്താണ് സ്വലാത്ത് താജ്. റബ്ബുൽ മശ്രിഖൈനി വൽ മഗ്രിബൈനി ജദ്ദിൽ ഹസൻ വൽ ഹുസൈൻ മൗലാനാ വ മൗല സകലൈൻ. അങ്ങനെയൊക്കെ വരുന്ന ഒരു സ്വലാത്തുണ്ട്, സ്വലാത്ത് താജ്. സംശുല്ലാ ബദ്റുദ്ദുജാ സദറുൽ ഉലാ നൂറുൽ ഹുദാ കൽഫിൽ വറാ മിസ്ബാഹുലും. ആ വാക്കുകളൊക്കെ വരുന്ന നല്ലൊരു സ്വലാത്ത്, സാഹിത്യപരമായി വളരെ നല്ല ഒരു സ്വലാത്ത് താജ്. ഈ സ്വലാത്ത് താജ് എന്നാണോ ഈ സ്വലാത്ത്, ഖുർആനിലെ സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം? ഒന്നുമില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും അല്ല. സ്വലാത്തുകളിലെ രാജാവായ സ്വലാത്ത് താജുമല്ല. ഇനി സലഫികൾ പറയും പോലെ മറ്റെല്ലാ സ്വലാത്തുകളും തട്ടിപ്പാണ്. ആകെ ഒരു സ്വലാത്ത് മാത്രമേ ഉള്ളൂ, അത് നമസ്കാരത്തിലെ സ്വലാത്താണ്. ആ സ്വലാത്ത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. സലഫികൾ പറയുന്നു ഇതാണ് സ്വലാത്ത്. മറ്റു സ്വലാത്തുകൾ ഒന്നും സ്വലാത്തുകളല്ല. സലഫി പുരോഹിതന്മാരെ, റഫീഖ് സലഫിയെ പോലുള്ള സലഫി പുരോഹിതന്മാരെ, ഇതും അല്ല സ്വലാത്ത്. ഇതൊക്കെ പുരോഹിതന്മാരുടെ പുരാണങ്ങൾ. എങ്കിൽ എന്താണ് ഈ സ്വലാത്ത് എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം? അതിലേക്കാണ് നമ്മൾ വരുന്നത്. AD 7-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ സാഹിത്യം ലോക സാഹിത്യങ്ങളിൽ വെച്ച് മഹത്തരമായിരുന്നു, അത്യുത്തമമായിരുന്നു. AD 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ സാഹിത്യത്തെ വെല്ലുവിളിക്കാൻ അക്കാലത്ത് ലോകത്ത് മറ്റൊരു സാഹിത്യവും ഉണ്ടായിരുന്നില്ല. ഇക്കാര്യം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യും. എന്തുകൊണ്ടാണ് അക്കാലത്ത് ഈ അറേബ്യൻ സാഹിത്യം ഉത്തമ സാഹിത്യമായി മാറിയത് എന്നൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യും. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന സ്വലാത്ത് എന്ന പദത്തെക്കുറിച്ചാണ്. ഈ അറേബ്യൻ സാഹിത്യത്തിൽ, അക്കാലത്തെ ലോകോത്തര സാഹിത്യമായ അറേബ്യൻ സാഹിത്യത്തിൽ പ്രചാരത്തിലുള്ള ഒരു വാക്കല്ല സ്വലാത്ത് എന്നത്. ഖുർആനിൽ അറേബ്യൻ സാഹിത്യത്തിൽ കാണാത്ത ഒരുപാട് സാങ്കേതിക പദങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലുള്ള ഒരു സാങ്കേതിക പദമാണ് സ്വലാത്ത്. ഇതുകൊണ്ട് തന്നെ ഈ സ്വലാത്ത് എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മുനാഫിക്കീങ്ങൾക്ക് അത്ര പിടുത്തമില്ല, മുശ്രിക്കീങ്ങൾക്ക് അറിയില്ല. മുസ്ലിങ്ങൾക്കാണ് ആ പദത്തിന്റെ യഥാർത്ഥ അർത്ഥം അറിയുന്നത്, അതായത് പ്രവാചകന്റെ വിശ്വസ്ത അനുയായികൾക്ക്. സ്വലാത്ത് എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം പ്രഥമ പരിഗണന നൽകുക എന്നാണ്. പ്രഥമ പരിഗണന നൽകുക. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നമസ്കാരം, നമ്മൾ സാധാരണ ഭാഷയിൽ നമസ്കാരം എന്ന് പറയും, ഖുർആനിന്റെ ഭാഷയിൽ സുജൂദ് അല്ലെങ്കിൽ റുക്കു എന്ന് പറയും, എന്തുകൊണ്ടാണ് ഈ സുജൂദും റുക്കുവും സ്വലാത്ത് എന്ന പദത്തിന്റെ പരിധിയിൽ വരുന്നത്? അത് നമുക്ക് നോക്കാം. അതായത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രഥമ പരിഗണന നൽകുക. അങ്ങനെ പ്രഥമ പരിഗണന നമ്മൾ നൽകുന്നത് എന്തിനാണോ അതാണ് സ്വലാത്ത്. ഉദാഹരണത്തിന്, നമ്മൾ ഒരു യാമത്തിൽ നിന്ന് മറ്റൊരു യാമത്തിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഉടനെ അവിടെ ദൈവത്തിന് സുജൂദ് ചെയ്യണം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ,
ഒരു ദിവസത്തിൽ ആകെ 8 യാമങ്ങളാണുള്ളത്. രാത്രി 4 യാമം, പകല് വേറൊരു 4 യാമങ്ങൾ. മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്മായിൽ സന്തതികൾക്ക് ഒരു ദിവസം ആരംഭിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടിയാണ്. അപ്പോൾ ആദ്യ യാമം, ഇസ്മായിൽ സന്തതികളുടെ ആദ്യ യാമം മഗ്രിബാണ്. മഗ്രിബ് എന്ന യാമം കഴിഞ്ഞ് ഇശാ എന്ന യാമത്തിലോട്ട് പ്രവേശിക്കുന്ന ആ ഘട്ടത്തിൽ അവിടെ ദൈവത്തിന് സുജൂദ് ചെയ്യാം, അല്ലെങ്കിൽ റുക്കൂ ചെയ്യാം. ഇശാ എന്ന യാമം കഴിഞ്ഞ് അവസാനിച്ച് വിത്ർ എന്ന യാമത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ അവിടെയും സുജൂദ് ചെയ്യാം, അല്ലെങ്കിൽ റുക്കൂ ചെയ്യാം. ഇനി വിത്ർ എന്ന യാമത്തിൽ നിന്ന് സുബി എന്ന യാമത്തിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയും സുജൂദ് ചെയ്യാം, അല്ലെങ്കിൽ റുക്കൂ ചെയ്യാം. രാത്രിയിലെ യാമങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. ഇനി രാത്രിയിലെ യാമത്തിൽ നിന്ന്, രാത്രിയിലെ അന്ത്യയാമത്തിൽ നിന്ന്, അതായത് സുബിയിൽ നിന്ന് പകലിലെ ആദ്യ യാമമായ ഇഷ്റാഖിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയും സുജൂദ് ചെയ്യാം, റുക്കൂ ചെയ്യാം. ഇഷ്റാഖിൽ നിന്ന് ലുഹ എന്ന യാമത്തിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയും സുജൂദ് ചെയ്യാം, അല്ലെങ്കിൽ റുക്കൂ ചെയ്യാം. ലുഹായിൽ നിന്ന് ലുഹർ എന്ന യാമത്തിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയും സുജൂദ് ചെയ്യണം, റുക്കൂ ചെയ്യണം. ലുഹർ എന്ന യാമത്തിൽ നിന്ന് അസർ എന്ന യാമത്തിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയും സുജൂദ് ചെയ്യണം, അല്ലെങ്കിൽ റുക്കൂ ചെയ്യണം. അസർ എന്ന യാമത്തിൽ നിന്ന് അടുത്ത ദിവസത്തോട്ട്, അല്ലെങ്കിൽ മഗ്രിബ് എന്ന യാമത്തിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയും സുജൂദ് ചെയ്യണം, അല്ലെങ്കിൽ റുക്കൂ ചെയ്യണം. ഇങ്ങനെ ഇസ്മായിൽ സന്തതികൾക്ക് ഓരോ യാമവും മാറി മാറി വരുമ്പോൾ അവിടെ പ്രഥമ പരിഗണന നൽകേണ്ടത് സുജൂദിനോ അല്ലെങ്കിൽ റുക്കൂവിനോ ആണ്. അപ്പോൾ നമ്മൾ ഇക്കാലത്ത് ചെയ്യുന്ന നമസ്കാരം സ്വലാത്ത് എന്ന പദത്തിൻ്റെ പരിധിയിൽ വരുന്നു. പക്ഷേ സ്വലാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം നമസ്കാരം എന്നല്ല. ഒരു ഉദാഹരണത്തിന്, പൊറോട്ട എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ആ ഭക്ഷണം എന്ന പദത്തിൽ വരുന്നു. പക്ഷേ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് പൊറോട്ട മാത്രമല്ല. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് നമസ്കാരം മാത്രമല്ല. പക്ഷെ നമസ്കാരം സ്വലാത്ത് എന്ന പദത്തിൻ്റെ പരിധിയിൽ വരുന്നു. കാരണം സ്വലാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം, അതിൻ്റെ യഥാർത്ഥ അർത്ഥം, നമ്മൾ എന്തിനാണോ പ്രഥമ പരിഗണന നൽകുന്നത് ആ സംഗതി. ഈ പ്രഥമ പരിഗണന നൽകുന്നത് ഒരു യാമം ആരംഭിക്കുമ്പോൾ സുജൂദിനോ റുക്കൂവിനോ ആവാം. പക്ഷേ ആ യാമം അവസാനിക്കുമ്പോൾ അവിടെ സ്വലാത്ത് എന്നത് സുജൂദോ റുക്കുവോ അല്ല, ഇസ്തിഗ്ഫാർ ആയിരിക്കാം, അതായത് പാപമോചനം ആയിരിക്കാം. ഒരു യാമത്തിന്റെ ആരംഭത്തിൽ സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം റുക്കുവോ സുജൂദോ ആവുമ്പോൾ ആ യാമ അവസാനം സ്വലാത്ത് എന്ന പദത്തിന്റെ പരിധിയിൽ വരുന്നത് ഇസ്തിഗ്ഫാറാണ്, പാപമോചനമാണ്, അല്ലെങ്കിൽ തൗബയാണ്. മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സമയത്തിനനുസരിച്ചാണ്. അപ്പോൾ സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ സന്ദർഭത്തിനനുസരിച്ച് സ്വലാത്ത് എന്ന പദത്തിൻ്റെ ആശയം മാറി വരുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്: പ്രഥമ പരിഗണന നൽകുക. പ്രഥമ പരിഗണന നൽകുന്നത് എന്താണോ അത്. ഒരിക്കലും സ്വലാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം സ്വലാത്ത് കച്ചവടക്കാർ കൊട്ടിഘോഷിക്കുന്നത് പോലെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ല. സ്വലാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം സലഫികൾ കൊട്ടിഘോഷിക്കുന്നത് പോലെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം എന്നുമല്ല. സ്വലാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം പ്രഥമ പരിഗണന നൽകുക, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ പ്രഥമ പരിഗണന നൽകുന്നത് അത് എന്നതാണ് സ്വലാത്തിൻ്റെ അർത്ഥം. ഇന്നല്ലാഹ വ മലായികതു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞാൽ ദൈവവും മലക്കുകളും പ്രഥമ പരിഗണന നൽകുന്നത് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ, സല്ലു അലൈഹി, നിങ്ങളും അദ്ദേഹത്തിന് പ്രഥമ പരിഗണന നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് സല്ലിമു തസ്ലീമ എന്നാണ്. അതായത് ഒരുപാട് സലാം പറയുക. ആ അർത്ഥം തന്നെയാണ് ഖുലിൽ ഹംദുലില്ലാഹി വസ്സലാം അലാ ഇബാദില്ലദീന ഇസ്തഫാ. മുഹമ്മദ് മുസ്തഫ എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാറ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ മുഹമ്മദ് റസൂലുള്ളാഹി. അതുപോലുള്ള മറ്റു ദാസന്മാർ, അവർക്ക് ഒരുപാട് സലാം പറയുക. ആ സലാം പറയുക എന്ന് തന്നെയാണ് സല്ലിമു തസ്ലീമ എന്ന കൽപ്പന. പ്രവാചകന്റെ യഥാർത്ഥ അനുയായികളിൽ ഒരു മനുഷ്യനും ഒരു വ്യക്തിയും പ്രവാചകനെ
പ്രഥമ പരിഗണന നൽകുന്നതിന് വേണ്ടി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പാട്ട് പാടിയിരുന്നില്ല. പ്രവാചകന്റെ യഥാർത്ഥ അനുയായികളിൽ ഒരാളും പ്രവാചകന് പ്രഥമ പരിഗണന നൽകുന്നതിന് വേണ്ടി അങ്ങനെ പാട്ട് പാടിയിരുന്നില്ല. പ്രവാചകന്റെ യഥാർത്ഥ അനുയായികളിൽ ഒരാളും പ്രവാചകന് പ്രഥമ പരിഗണന നൽകുന്നതിന് വേണ്ടി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരകത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ എന്ന് പാടി നടന്നിരുന്നില്ല. പ്രവാചകന്റെ യഥാർത്ഥ അനുയായികളിൽ പ്രഥമ പരിഗണന നൽകിയിരുന്നത് ഒരു വചനത്തിനോടെയല്ല, പ്രവൃത്തിയിലൂടെയാണ്. ദൈവവും തൻ്റെ മലക്കുകളും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പാടി നടന്നിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് ഈ 10,000 അല്ലെങ്കിൽ 900 സ്വലാത്തുകൾ ഇസ്ലാം മതത്തിനകത്ത് കടന്നുകൂടിയത്? അതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അബൂബക്കർ അൽ സിദ്ദീഖ്, ആ പേര് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരല്ല. അത് പ്രവാചകൻ നൽകിയ മഹത്തായ ഒരു പേരാണ്. അബൂബക്കർ അൽ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ അധികാരത്തിന്റെ കേന്ദ്രവും അറിവിന്റെ കേന്ദ്രവും അദ്ദേഹം തന്നെയായിരുന്നു. അബൂബക്കർ അൽ സിദ്ദീഖ് തന്നെയായിരുന്നു. ഉമർ അൽ ഫാറൂഖ് എന്ന പേര് പ്രവാചകൻ നൽകിയതാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഉമർ ഇബ്നു അൽ ഖത്താബ് എന്നാണ്. ഫാറൂഖ് എന്ന പേര് പ്രവാചകൻ നൽകിയാണ്. ഉമർ അൽ ഫാറൂഖിന്റെ കാലത്ത് അധികാരത്തിന്റെ കേന്ദ്രവും അറിവിന്റെ കേന്ദ്രവും ഉമർ അൽ ഫാറൂഖ് തന്നെയായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അലി ഇബ്നു അബി ത്വാലിബിന്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അറിവിന്റെ കേന്ദ്രവും അധികാരത്തിന്റെ കേന്ദ്രവും ഒരാൾ തന്നെയായിരുന്നു. പക്ഷേ 5ാം ഖലീഫയായ മുആവിയയുടെ കാലത്ത് അങ്ങനെയായിരുന്നില്ല. മുആവിയക്ക് അധികാരമുണ്ട്, പക്ഷേ അറിവിന്റെ ഒരു കണിക പോലും ഇല്ല. മുആവിയയുടെ പിതാവ് അബൂ സുഫിയാൻ, മാതാവ് ഹിന്ദ്, മുആവിയ ഇവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഏറ്റവും അവസാന കാലഘട്ടത്തിലാണ്, പ്രവാചകന്റെ വിയോഗത്തിന്റെ തൊട്ട് മുമ്പ്. അതിനു മുമ്പ് ഖുർആനിലോട്ട് ഇവരുടെ ശ്രദ്ധ പോയിട്ടേ ഇല്ല. അതിനുശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അധികകാലമൊന്നും പ്രവാചകനെ കാണാനോ അല്ലെങ്കിൽ ഖുർആൻ കേൾക്കാനോ മുആവിയക്ക് സാധിച്ചിട്ടില്ല. അബൂബക്കർ അൽ സിദ്ദീഖിന്റെ കാലത്ത് മുആവിയ ഖാലിദ് ബിൻ വലീദിന്റെ സൈന്യാധിപനായി അദ്ദേഹത്തിനോടൊപ്പം ചേർന്നു. പിന്നീട് അങ്ങോട്ട് ഖുർആൻ കേൾക്കാൻ, ഖുർആനെ കുറിച്ച് പഠിക്കാൻ മുആവിയക്ക് സമയം ലഭിച്ചതേയില്ല. അതുകൊണ്ട് തന്നെ അധികാരം കിട്ടിയപ്പോൾ മുആവിയ കുടുങ്ങി. അധികാരമുണ്ട്, പക്ഷേ അറിവില്ല. ഇവിടെ മുആവിയയെ സഹായിക്കാൻ മറ്റൊരു വ്യക്തി വരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് അബൂ ഹുറൈറ. ഈ അബൂ ഹുറൈറ എന്ന പേരും പ്രവാചകൻ നൽകിയത് തന്നെയാണ്. പക്ഷെ ആ പേര് അബൂബക്കർ അൽ സിദ്ദീഖ് എന്ന പേര് പോലെയല്ല, ഉമർ അൽ ഫാറൂഖ് എന്ന പേര് പോലെയും അല്ല. അബൂ ഹുറൈറ എന്ന പേര് അബൂ ജഹൽ എന്ന പേര് പോലെയാണ്, അബൂ ത്വാലിബ് എന്ന പേര് പോലെയാണ് അബൂ ഹുറൈറ എന്ന പേര്. അബൂ ജഹലിന്റെ യഥാർത്ഥ പേര് അബൂൽ ഹക്കം എന്നാണ്. പക്ഷേ പ്രവാചകനാണ് അബൂ ജഹൽ എന്ന പേര് നൽകിയത്. അതായത് അന്ധകാരത്തിന്റെ പിതാവ് എന്ന അർത്ഥത്തിൽ. മലയാളത്തിൽ നായിന്റെ മോനെ എന്ന് വിളിക്കുന്നത് പോലെ അറബികളുടെ ഒരു ശൈലിയാണ് ഒരു ചീത്ത വാക്കിനൊപ്പം അതിൻ്റെ പിതാവെ എന്ന് കൂട്ടി വിളിക്കുക. ഉദാഹരണത്തിന് അബൂ ജഹൽ, അതായത് അന്ധകാരത്തിന്റെ പിതാവ്. അബൂ ലഹബ്, നരകത്തിന്റെ പിതാവ്. അബൂ ഹുറൈറ, കള്ളന്മാരുടെ പിതാവ്. കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചക്കുട്ടികളുടെ പിതാവ് അബൂ ഹുറൈറ. ഈ അബൂ ഹുറൈറയാണ് മുആവിയയുടെ സഹായത്തിനെത്തുന്ന വ്യക്തി. ഇവിടെ ഈ മുആവിയയുടെ കാലഘട്ടത്തിൽ യഥാർത്ഥ അറിവുള്ളവർ, ഖുർആൻ മനസ്സിലാക്കിയവർ, പ്രവാചകന്റെ യഥാർത്ഥ അനുയായികൾ, മുനാഫിക്കീങ്ങളല്ലാത്തവർ അന്തർമുഖരായി മാറിയിരുന്നു. അവരൊക്കെ
പള്ളിയിൽ വരുന്നില്ല, സമൂഹത്തിൽ ഇടപെടുന്നില്ല, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരായി മാറിയിരുന്നു, അല്ലെങ്കിൽ സൂഫികളായി മാറിയിരുന്നു. അബൂ ഹുറൈറക്കും മുആവിയക്കും ഇത്തരം വ്യക്തികളെ കണ്ടിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു നിർവാഹവുമില്ല. ചോദിച്ചാൽ തന്നെ അവരോട്ട് പറഞ്ഞു കൊടുക്കുകയുമില്ല. കാരണം ഈ മുആവിയയെയും അബൂ ഹുറൈറയും അവർ അത്രത്തോളം വെറുത്തിരുന്നു. പിന്നെ മുആവിയക്കും അബൂ ഹുറൈറക്കും ആകെ ചെയ്യാൻ പറ്റുന്നത് ചാരന്മാരെ നിയോഗിച്ചുകൊണ്ട് ഈ സൂഫികൾ, പ്രവാചകന്റെ യഥാർത്ഥ അനുയായികൾ, മുനാഫിക്കീങ്ങൾ അല്ലാത്തവർ എന്താണ് ചെയ്യുന്നത് എന്ന് ഒളിച്ചു നോക്കുക. അങ്ങനെ ഒളിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അതവർ കുത്തി കുറിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ഇതിനു മുമ്പ് വേറൊരു തന്ത്രം ഈ മുനാഫിക്കീങ്ങൾക്കിടയിൽ നടപ്പിലായിരുന്നു. അത് ഉമർ അൽ ഫാറൂഖിന്റെ കാലഘട്ടത്തിലാണ് ആ തന്ത്രം, ആ കുതന്ത്രം ഇസ്ലാമിൽ നടപ്പിലായത്. എന്താണെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ പുരോഹിതന്മാരെ എടുത്താൽ 40 വയസ്സിനോട്ട് മുകളിൽ പ്രായമുള്ള ഏതൊരു പുരോഹിതനെ എടുത്താലും അദ്ദേഹത്തിന് എടുത്തു നടക്കാൻ വയ്യാത്ത ഒരു കുംഭ ഉണ്ടാവും. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള വലിയൊരു കുംഭയില്ലാത്ത, അദ്ദേഹത്തിന് ചുമന്ന് നടക്കാൻ സാധിക്കാത്തത്ര വലിയ ഒരു കുംഭയില്ലാത്ത ഒരു പുരോഹിതനെ നമുക്ക് ഇക്കാലത്ത് കാണാൻ വളരെ പ്രയാസമാണ്. 40 വയസ്സ് പൂർത്തിയാകാത്ത ചെറുപ്പക്കാരെയൊക്കെ, യുവാക്കളെയൊക്കെ ഒരു പക്ഷേ കുംഭയില്ലാത്ത വിധത്തിൽ കണ്ടേക്കാം. പക്ഷേ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒട്ടുമിക്ക പുരോഹിതന്മാർക്കും അവർക്ക് ചുമന്ന് നടക്കാൻ വയ്യാത്തത്ര കുംഭ ഇക്കാലത്ത് ഉണ്ട്. ഇത്തരത്തിലുള്ള കുംഭ ഏതെങ്കിലും ഒരു മനുഷ്യന് കണ്ടാൽ തൻ്റെ കയ്യിലെ വടി കൊണ്ട് ആ കുംഭക്ക് അടിക്കുന്ന വ്യക്തിയായിരുന്നു ഉമർ അൽ ഫാറൂഖ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഇസ്ലാം സമൂഹത്തിലെ ഏത് ചെറിയ കാര്യമായാലും എത്രത്തോളം വലിയ കാര്യമായാലും അതിലൊക്കെ വളരെ വിവേകത്തോടെ ഖുർആനിന്റെ കൽപ്പനയനുസരിച്ച് ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമർ അൽ ഫാറൂഖ്. ഉമർ അൽ ഫാറൂഖിന്റെ ആ രീതി, ആ ശൈലി ഏറ്റവും കൂടുതൽ അലോസരം സൃഷ്ടിച്ചത് മുനാഫിക്കീങ്ങൾക്കാണ്. ഈ മുനാഫിക്കീങ്ങളിൽ കൂടുതലും ആദ്യകാലത്തെ സാഹിത്യകാരന്മാരാണ്. അതായത് ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് വലിയ സാഹിത്യകാരന്മാരെ ഞെളിഞ്ഞവർ മുഴുവനും ഇപ്പോൾ മുനാഫിക്കീങ്ങളുടെ കൂട്ടത്തിലാണ് ഉള്ളത്. ഈ മുനാഫിക്കീങ്ങൾക്ക് ഉമർ അലോസരം സൃഷ്ടിച്ചപ്പോൾ അവർ ഉമറിനെ ഒതുക്കാൻ വെറുതെ ഒന്ന് എറിഞ്ഞു കൊടുത്ത ഒരു വാക്കാണ് കാല റസൂൽ. കാല റസൂൽ, കാല റസൂൽ എന്ന് കേട്ടാൽ ഉമർ അവിടെ ഇരുന്നു പോകും. പ്രവാചകനെ അത്രത്തോളം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഉമർ അൽ ഫാറൂഖ്. കാല റസൂൽ, പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്ന ചിന്തയുമായി ഉമർ അവിടെ ഇരുന്നു പോകും. കാല റസൂൽ എന്ന് കേട്ടാൽ ഈ കുതന്ത്രം മുനാഫിക്കീങ്ങൾ മനസ്സിലാക്കി കഴിയും. തൊള്ളക്ക് തോന്നിയത് എന്ത് വിളിച്ചു പറയുമ്പോഴും അവിടെ കാല റസൂൽ എന്ന ഒരു പ്രയോഗം ചേർത്താൽ മാത്രം മതി. ഇത് അതിനുശേഷം ഉമറിന്റെ കാലഘട്ടത്തിന് ശേഷം മുനാഫിക്കീങ്ങൾ വല്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. കാല റസൂൽ, കാല റസൂൽ, കാല റസൂൽ. പക്ഷേ അബൂബക്കർ അൽ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ ഈ കാല റസൂൽ എന്ന പ്രയോഗം ആർക്കും ഉപയോഗിക്കാൻ സാധിച്ചില്ല, സാധിക്കുമായിരുന്നില്ല. ഈ കാല റസൂൽ എന്ന പ്രയോഗം ഏറ്റവും ശക്തമായി ഉപയോഗിച്ചത്, ഏറ്റവും തന്ത്രപരമായി ഉപയോഗിച്ചത് മുആവിയ അബൂ ഹുറൈറ ടീമിന്റെ കാലഘട്ടത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം മുനാഫിക്കങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല, അവർക്ക് അറിയില്ല. മുആവിയയുടെ കാലഘട്ടത്തിൽ ഇസ്ലാം സമൂഹത്തിൽ സജീവമായി ഉണ്ടായിരുന്നത് മുനാഫിക്കങ്ങളാണ്. മാത്രമല്ല, സിറിയയിലെ ഇസ്രായേൽ സന്നദ്ധികളുടെ സമ്പൂർണ്ണ പിന്തുണ മുആവിയക്ക് ഉണ്ടായിരുന്നു. സിറിയയിലെ ഇസ്രായേൽ സന്നദ്ധികളിൽ നിന്നും എല്ലാവരും, ഒട്ടുമിക്ക പുരോഹിതന്മാരും ഇസ്മായിൽ സന്നദ്ധികളിലേക്ക് നുഴഞ്ഞുകയറ്റം തുടങ്ങി. അവരുടെ ലക്ഷ്യം ഇതാണ്, ഖുർആൻ അലങ്കോലമാക്കുക. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു, ഖുർആൻ അലങ്കോലമാക്കുക എന്നത് അത്ര എളുപ്പമല്ല. കാരണം ഖുർആനിൽ പല പല കെണികൾ സർവജ്ഞനും സർവതന്ത്രജ്ഞനുമായ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ കെണിയിൽ കുടുങ്ങാതെ ഖുർആൻ അലങ്കോലമാക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. ഇക്കാര്യം ഇസ്രായേൽ സന്തതികൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ഇസ്രായേൽ സന്തതികളുടെ ആകെ ഒരു കുതന്ത്രം, ഇസ്മായിൽ സന്തതികളെ ഖുർആനിൽ നിന്നും
എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം അകറ്റിക്കൊണ്ടു പോവുക, അടർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ്. സിറിയയിലെ ഇസ്രായേൽ സന്നിധികൾ അബൂ ഹുറൈറയോട് ചോദിക്കുന്നു, എന്താണ് ഈ സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം? അബൂ ഹുറൈറ തന്റെ അറിവ് വെച്ച് പറയുന്നു, അത് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്, അല്ലെങ്കിൽ പ്രവാചകനെ മഹത്വപ്പെടുത്തുക എന്നാണ് ഈ സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം. ഇസ്രായേൽ സന്നദ്ധികൾ ഒരു ഈരടി ഉണ്ടാക്കുന്നു. ആ ഈരടി ഇങ്ങനെയാണ്: സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഇസ്രായേൽ സന്നദ്ധികൾ ഉദ്ദേശിച്ച അർത്ഥം മുഹമ്മദിനെ അവന്റെ ദൈവം തന്നെ രക്ഷിക്കട്ടെ, മറ്റാർക്കും രക്ഷിക്കാൻ സാധിക്കില്ല എന്ന ഒരു അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈരടി ഉണ്ടാക്കിയത്. ഈ ഈരടി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഈരടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ സന്നദ്ധികളുടെ സൃഷ്ടിയാണ്. ദൈവമോ മലക്കുകളോ ഉപയോഗിച്ച വാക്കല്ല. അതിനുശേഷം അതുപോലുള്ള ഒരുപാട് സ്വലാത്തുകൾ ഇസ്ലാമിൽ കടന്നുകൂടുന്നു. ഈ സ്വലാത്തുകളൊക്കെ സത്യമാക്കി തീർക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിന് തൊട്ട് മുമ്പ് കാല റസൂൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാല റസൂൽ എന്ന് പറഞ്ഞപ്പോൾ വിവേകമതിയായ ഉമർ പോലും വീണു പോയിട്ടുണ്ടെങ്കിൽ ഇക്കാലത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? കാല റസൂൽ എന്ന് കേട്ടാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഉമർ പോലും വീണുപോയി. വിവേകമതിയായ അൽ ഫാറൂഖ് എന്ന് മുഹമ്മദ് റസൂലുള്ള പേരിട്ട് കൊടുത്ത ആ ഉമർ പോലും കാല റസൂൽ എന്ന് കേട്ടപ്പോൾ വീണു പോയെങ്കിൽ ഇക്കാലത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? കാല റസൂൽ എന്ന് കേട്ടാൽ. സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, പിന്നീട് ഇമാം ബുഖാരി എന്ന ബുദ്ധിമാൻ തന്ത്രജ്ഞൻ അവതരിക്കുന്നത് വരെ ഈ പുരോഹിതന്മാർ കാല റസൂൽ കാല റസൂൽ കാല റസൂൽ എന്ന് പ്രയോഗിച്ചു കൊണ്ടേയിരുന്നു. അവസാനം ഇമാം ബുഖാരിയാണ് കണ്ടെത്തിയത്, ഇങ്ങനെ പറയുന്ന വ്യക്തികൾക്ക്, കാല റസൂൽ എന്ന് പറയുന്ന വ്യക്തികൾക്ക് ചിലർക്ക് 200 വയസ്സുണ്ട്, ചിലർക്ക് 300 വയസ്സുണ്ട്, ചിലർക്ക് 400 വയസ്സ് വരെയുണ്ട്. ഇമാം ബുഖാരി പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഈ 10 ലക്ഷം ഹദീസുകളിൽ എനിക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചത്, എനിക്ക് ശേഖരിക്കാൻ സാധിച്ചത് 6 ലക്ഷം ഹദീസുകളാണ്. ഈ 6 ലക്ഷം ഹദീസുകളിൽ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ നേരിയ ഒരു സാധ്യത ഉള്ളത് 1200 ചില്ലറ ഹദീസുകൾക്ക് മാത്രമേ ഉള്ളൂ. 10 ലക്ഷം ഹദീസുകൾ എന്ന് നിങ്ങൾ പറയുന്നതിൽ 10 ലക്ഷം ഹദീസുകൾക്കും തള്ളയില്ല. പക്ഷേ 1000 ചില്ലറ ഹദീസുകൾക്ക് തന്തയെ കാണും, തള്ളയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇമാം ബുഖാരി വിട പറയുന്നു. പക്ഷേ ഇമാം ബുഖാരിയുടെ വീട്ടിൽ കുന്നുകൂടി കിടക്കുന്ന ഹദീസുകളുണ്ട്, ഏതാണ്ട് 6 ലക്ഷത്തോളം ഹദീസുകൾ. ഈ ഹദീസുകൾ തന്നെ പിന്നീട് ഇമാം ബുഖാരിയുടെ പേരിൽ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച് വന്നു. ഇതാണ് സംഭവം. ഇമാം ബുഖാരി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇമാം ബുഖാരി ബുദ്ധിമാനാണ്, തന്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞതും അദ്ദേഹം തെളിയിച്ചതും ഈ ഹദീസുകളൊക്കെ തള്ളയില്ലാത്ത വചനങ്ങൾ ആണ് എന്നാണ്. പക്ഷേ നമ്മളിന്ന് മനസ്സിലാക്കിയതും വിശ്വസിക്കുന്നതും ഇമാം ബുഖാരി ഹദീസുകൾ മുഴുവനും ക്രോഡീകരിച്ചു, മുസ്ലിങ്ങൾക്ക് വേണ്ടി ക്രോഡീകരിച്ചു, പിന്നീട് അത് പ്രസിദ്ധീകരിച്ചു എന്നാണ്. പക്ഷേ ഇമാം ബുഖാരി ചെയ്തത് ഈ തള്ളയില്ലാത്ത ഹദീസുകളെ കുറിച്ച്, ഹദീസ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന മുനാഫിക് വചനങ്ങളെ കുറിച്ച് ഒരു പഠനം നടത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അദ്ദേഹത്തിന് ശേഷമാണ് ആ ഹദീസുകൾ മുഴുവനും അദ്ദേഹത്തിന്റെ ചുമലിൽ മുസ്ലിം സമൂഹം, ഇസ്ലാം മതവിശ്വാസികൾ കെട്ടിവെച്ചത്. ഞാൻ പറഞ്ഞു വന്നത് സ്വലാത്തുകളെ കുറിച്ചാണ്. ഇങ്ങനെ 20,000 സ്വലാത്തുകൾ അല്ലെങ്കിൽ 900 സ്വലാത്തുകൾ ഇസ്ലാം സമൂഹത്തിൽ കടന്നുകൂടി. ഇക്കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ കച്ചവടം നടന്നത്, ഏറ്റവും വലിയ ബിസിനസ് നടന്നത് സ്വലാത്ത് കച്ചവടവും തൗബ കച്ചവടവുമാണ്. നമുക്ക് തൗബ വേണ്ടേ? വേണം, ഞാനത് പറയാം. അതിനു മുമ്പ് നമുക്ക് കച്ചവടം നോക്കാം. ഒരു കച്ചവടം, ഒരു മാനുഫാക്ചറിങ് കമ്പനി അല്ലെങ്കിൽ ഒരു നിർമ്മാണ കമ്പനി ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിജയിപ്പിച്ചെടുക്കാൻ ഒരുപാട് തന്ത്രങ്ങൾ നടപ്പിൽ വരുത്തുന്നുണ്ട്. സമർത്ഥനായ ഒരു മാർക്കറ്റിംഗ് മാനേജർ വേണം, കൃത്യമായ ഒരു നെറ്റ്വർക്ക് വേണം. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് അല്ല. ഈ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകൾ, മുക്കിന് ഔട്ട്ലെറ്റുകൾ അഥവാ ഷോറൂമുകൾ, കൃത്യമായ പരസ്യങ്ങൾ, കുറിക്കൊള്ളുന്ന പരസ്യങ്ങൾ, ഇതൊക്കെ ചേരുന്നതാണ് ഈ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ്, അത് എത്ര നല്ല പ്രൊഡക്റ്റ് ആയാലും വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ, ഇന്ത്യൻ വിപണിയിൽ വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വിപണിയിൽ വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ
അതിന് സമർത്ഥനായ ഒരു മാർക്കറ്റിംഗ് മാനേജർ വേണം. മാത്രം പോരാ, കൃത്യമായ ഒരു നെറ്റ്വർക്ക് വേണം. അല്ലാതെ ഒരു പ്രൊഡക്റ്റും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ സമർത്ഥനായ മാർക്കറ്റിംഗ് മാനേജർ ഉണ്ടായിട്ടും കൃത്യമായ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് ഉണ്ടായിട്ടും ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ പൊട്ടിപ്പോകുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തീരെ കുറഞ്ഞ വിലയേ വരൂ, ഏറെ നാളുകൾ തേക്കാം ബീച്ചിൽ എന്ന് പരസ്യ കമ്പനിക്കാർ പാടി കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തീരെ കുറഞ്ഞ ചൊറിയേ വരൂ, ഏറെ നാളുകൾ ചൊറിയാം വിജിൽ എന്ന് കോമഡി ആർട്ടിസ്റ്റുകൾ പാടി നടന്നു. അതായത് ഈ വിജിൽ എന്ന സോപ്പ് വിപണിയിൽ പൊട്ടി എന്നർത്ഥം. സമർത്ഥനായ ഒരു മാർക്കറ്റിംഗ് മാനേജർ ഉണ്ടായിട്ടും കൃത്യമായ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് ഉണ്ടായിട്ടും ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ വിപണിയിൽ പൊട്ടുന്നുണ്ട്. പിന്നീട് ആ പ്രൊഡക്റ്റ് എവിടെയും കാണില്ല. പക്ഷേ സ്വലാത്ത് അങ്ങനെയില്ല. സമർത്ഥനായ ഒരു മാർക്കറ്റിംഗ് മാനേജർ വേണ്ട, കൃത്യമായ ഒരു മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് വേണ്ട. ആകെ പുരോഹിതന്റെ കയ്യിൽ ഒരു ഫോണും ഊളകളായ ഭക്തന്മാരുടെ കൈകളിൽ ഫോണും ഉണ്ടായാൽ, ഇന്റർനെറ്റ് സർവീസും ഉണ്ടായാൽ, ഏത് സ്വലാത്തും നമുക്ക് ഈ കാലത്ത് വിറ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര പണം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ പുരോഹിതന്മാർ, സ്വലാത്ത് കച്ചവടക്കാർ, തൗബ കച്ചവടക്കാർ ഇക്കഴിഞ്ഞ റമദാൻ മാസത്തിൽ തെളിയിച്ച് തന്നു കഴിഞ്ഞു. ഇതിനു മുമ്പ് ഈ കൊറോണ എന്ന വിചിത്രമായ അനുഗ്രഹം നമുക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഈ സ്വലാത്ത് കച്ചവടവും തൗബ കച്ചവടവും അല്പം പ്രയാസം നിറഞ്ഞതായിരുന്നു. മലപ്പുറം ജില്ലയിലെ മേൽമുറിയിൽ സ്വലാത്ത് കച്ചവടം നടക്കണമെങ്കിൽ അവിടെ പന്തൽ വേണം, ഒരുപാട് ലൈറ്റുകൾ വേണം, റോഡുകൾ ബ്ലോക്ക് ആവും, അത് നിയന്ത്രിക്കാൻ ആളുകൾ വേണം. പക്ഷേ ഈ കൊറോണ എന്ന വിചിത്രമായ ഒരു അനുഗ്രഹം വന്നതിന് ശേഷം ഇതൊന്നും വേണ്ട. ഒരു ഫോൺ ഇവിടെയും ഒരു ഫോൺ അവിടെയും ഉണ്ടായാൽ ചെലവൊന്നുമില്ലാതെ ഒരുപാട് സ്വലാത്തുകൾ കച്ചവടം ചെയ്യാം എന്ന് നമ്മുടെ പുരോഹിതന്മാർ, അതായത് കുംഭ പുരോഹിതന്മാർ, ഉമറിന്റെ കാലത്തായിരുന്നെങ്കിൽ ഉമറിന്റെ കയ്യിലെ വടി കൊണ്ട് അടികെട്ടുമായിരുന്ന ആ കുംഭയുള്ള പുരോഹിതന്മാർ തെളിയിച്ചു കഴിഞ്ഞു. സ്വലാത്ത് കച്ചവടവും തൗബ കച്ചവടവുമാണ് ഒരു മുതൽ മുടക്കുമില്ലാതെ ഏറെ ലാഭം കൊഴിയാൻ പറ്റുന്ന ഒരു കച്ചവടമെന്ന്, ഒരു ബിസിനസ് എന്ന് നമ്മുടെ പുരോഹിതന്മാർ നമുക്ക് മുമ്പിൽ തെളിയിച്ച് കാണിച്ചു തന്നു. ഈ തൗബ വേണ്ടേ? നിങ്ങൾ പറയുന്നത് ഇതൊക്കെ കച്ചവടമാണെന്ന്. അങ്ങനെയാണെങ്കിൽ തൗബ വേണ്ടേ? സ്വലാത്ത് വേണ്ടേ? സ്വലാത്ത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. സല്ലു എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന മറ്റൊരു വാക്കുണ്ട്, സല്ലു അലൈഹി. പിന്നെ പറയുന്നത് വസല്ലിമു തസ്ലീമ. ആ വസല്ലിമു തസ്ലീമ എന്ന വാക്ക് തന്നെയാണ് മറ്റൊരു സ്ഥലത്ത് ആവർത്തിക്കുന്നത്. ഖുലിൽ ഹംദുലില്ലാഹി വസ്സലാം അലാ ഇബാദില്ലദീന ഇസ്തഫ. ഞാൻ പറഞ്ഞത് ഖുലിൽ ഹംദുലില്ലാഹി വസ്സലാം ഇബാദില്ലദീന ഇസ്തഫ എന്ന വാക്ക്, എന്ന വചനം പുരോഹിതന്മാർ എടുത്ത് പ്രയോഗിക്കുന്നില്ല എന്നാണ്. പുരോഹിതന്മാർ എടുത്തു നടക്കുന്നത്, കൊട്ടിഘോഷിക്കുന്നത് ഇന്നല്ലാഹ വ മലായികത്തു യുസല്ലൂന അലൻ നബിയ്യു യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന വചനം മാത്രമാണ്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ പിടുത്തം കിട്ടിക്കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി തൗബ വേണ്ടേ? തൗബ വേണം, തീർച്ചയായും തൗബ വേണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഖുർആനിന്റെ ഭാഷ അറിയാതെ, ഖുർആനിന്റെ ആശയം അറിയാതെ നിരന്തരം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഖുർആനിലെ ഒട്ടുമിക്ക കൽപ്പനകളും, പ്രധാനപ്പെട്ട എല്ലാ കൽപ്പനകളും അവരുടെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ കൃത്യമായി നിരന്തരമായി വളരെ ഭക്തിയോടെ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് വചനങ്ങൾ അതിലുണ്ട്. അതിലൊരു വചനം ഇങ്ങനെയാണ്, വഅ്ഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അതുതന്നെയാണ് ഒരു തൗബ. അല്ലാതെ പുരോഹിതന്മാർ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരുപാട് ചൊല്ലലും പാടലുകളുമല്ല തൗബ. അസ്തഗ്ഫിറുല്ലാഹുൽ അലീം, അസ്തഗ്ഫിറുല്ലാഹുൽ അലീം, അസ്തഗ്ഫിറുല്ലാഹുൽ അലീം, അത് തൗബയേ അല്ല. അങ്ങനെ ഒരു വചനം ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? അസ്തഗ്ഫിറുല്ലാഹുൽ അലീം, അസ്തഗ്ഫിറുല്ലാഹുൽ അലീം, അസ്തഗ്ഫിറുല്ലാഹുൽ അലീം എന്ന വചനം ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? വഅ്ഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ എന്ന വചനം ഖുർആനിൽ ഇല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നു ഖുർആന് മഹത്വമുണ്ട്, ഖുർആൻ വചനത്തിന് ശക്തിയുണ്ട് എന്നൊക്കെ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഖുർആനിലുള്ള ആ വചനം നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടാ?
വഗ്ഫ് ലനാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അൽ ഖൗമിൽ കാഫിരീൻ എന്ന വചനം എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? നിങ്ങൾ എന്തിനാണ് ഈ പുരോഹിതന്മാർ പാടിത്തരുന്ന അസ്തഗ്ഫിറുല്ലാഹുൽ അദീം അസ്തഗ്ഫിറുല്ലാഹുൽ അദീം അസ്തഗ്ഫിറുല്ലാഹുൽ അദീം എന്ന് പറയുന്നത്? റബ്ബനാ ഗ്ഫിർ ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ് എന്ന വചനം ഖുർആനിലുണ്ട്. അതും തൗബയാണ്. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് പുരോഹിതന്മാരുടെ അസ്തഗ്ഫിറുല്ലാഹുൽ അദീം അസ്തഗ്ഫിറുല്ലാഹുൽ അദീം അസ്തഗ്ഫിറുല്ലാഹുൽ അദീം എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു വഗ്ഫിർ ലനാ റബ്ബനാ എന്ന വചനം ഖുർആനിലുണ്ട്. അതും തൗബയാണ്. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് അസ്തഗ്ഫിറുല്ലാഹുൽ അദീം അസ്തഗ്ഫിറുല്ലാഹുൽ അദീം അസ്തഗ്ഫിറുല്ലാഹുൽ അദീം എന്ന് പാടിക്കൊണ്ടിരിക്കുന്നത്? ഇസ്രായേൽ സന്തതികൾ ഇസ്മായിൽ സന്തതികളിൽ ചെലുത്തിയ കുത്തി തിരികെ കയറ്റിയ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ ഈരടി മുഹമ്മദിനെ അവന്റെ ദൈവം തന്നെ രക്ഷിക്കട്ടെ, മറ്റാർക്കും രക്ഷിക്കാൻ സാധിക്കില്ല എന്നർത്ഥം വരുന്ന ആ ഈരടി എന്തിനാണ് നിങ്ങൾ പാടി നടക്കുക? നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ മുഹമ്മദ് റസൂലുള്ളാഹ് സലാം സലാം അലൈക്കും വസ്സലാം അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നിങ്ങൾക്ക് നിരന്തരം പറയാമായിരുന്നില്ലേ? പറയാം. മുഹമ്മദ് റസൂലുള്ളാഹ് സലാം സലാം അലൈക്കും വസ്സലാം അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നിരന്തരം പറയും. നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നിരന്തരം പറയും? ഇതിന്റെ കാരണമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഈ ഇസ്രായേൽ സന്തതികൾ ഖുർആൻ വികലമാക്കാൻ വേണ്ടി അന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സാധിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ കണ്ട മറ്റൊരു കുതന്ത്രമാണ് ഖുർആനിൽ നിന്ന് അതിൻ്റെ വിശ്വാസികളെ എത്രത്തോളം അകറ്റാൻ സാധിക്കുമോ അത്രത്തോളം അകറ്റും. അതിനു വേണ്ടിയാണ് ഈ കാല റസൂൽ എന്ന ഒരു മേംപൊടി ചേർത്തുകൊണ്ട് ഏകദേശം 10 ലക്ഷത്തോളം പുരോഹിത വചനങ്ങൾ അവർ ഇസ്ലാമിലേക്ക് ചെലുത്തിയത്. സാധാരണഗതിയിൽ ഒരു ശരാശരി മനുഷ്യൻ ദൈവാനുഗ്രഹമില്ലാതെ അല്ലെങ്കിൽ സമ്പൂർണമായി അവൻ്റെ ജീവിതം ഖുർആനിലോട്ട് സമർപ്പിക്കാതെ ഖുർആനിൻ്റെ എല്ലാ ആശയങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. എന്നാൽ ഈ ഹദീസുകൾ എന്ന് പറയുന്ന പുരോഹിത പുരാണങ്ങൾ വളരെ ലളിതമാണ്, വളരെ രസകരമാണ്. അതിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തി പിന്നെ ഒരു കാരണവശാലും അതിൽ നിന്ന് തിരിച്ചു വരില്ല. അതായത് ഈ പുരോഹിത പുരാണങ്ങളായ ഹദീസുകളിലേക്ക് പോയ ഒരു വ്യക്തി, ഹദീസുകൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും ഹദീസുകളിൽ നിന്ന് തിരിച്ച് വരില്ല. ഒരു മാസ്മരിക ശക്തി ഹദീസിലുണ്ട്. ഖുർആനിൽ നിന്ന് അതിൻ്റെ വിശ്വാസിയെ അടർത്തിയിട്ട് എത്രത്തോളം അകറ്റിക്കൊണ്ടുപോകാൻ സാധിക്കുമോ അത്രത്തോളം അകറ്റിക്കൊണ്ടുപോകാനുള്ള ഒരു ശക്തി ഈ ഹദീസ് ഗ്രന്ഥങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ പുരോഹിത പുരാണങ്ങൾക്കുണ്ട്. ഇതുകൊണ്ടാണ് നമ്മുടെ നാസ്തികനായ, അദ്ദേഹം നാസ്തികനാണ് എങ്കിലും ബുദ്ധിമാനാണ്, അദ്ദേഹം കാർൽ മാർക്സ് പറഞ്ഞത് മതം മനുഷ്യനെ മയക്കുന്ന ഒരു കറുപ്പാണ്. സത്യമാണത്. ഈ ഹദീസ് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന പുരോഹിത പുരാണങ്ങൾ നിങ്ങളെ ഖുർആനിൽ നിന്ന് മയക്കിക്കൊണ്ടു പോകുന്ന, ഖുർആനിൽ നിന്ന് അടർത്തി അകലെ കൊണ്ടുപോകുന്ന ഒരു കറുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്കാലത്ത് ഇവിടെ തകൃതിയിൽ നടക്കുന്ന 2 ബിസിനസ്സുകൾ തന്നെയാണ് ഈ സ്വലാത്ത് കച്ചവടവും ലഹരി കച്ചവടവും. ഹദീസ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന പുരോഹിത പുരാണങ്ങൾ ഒരു ലഹരി തന്നെയാണ്. ആ ലഹരി കുടിച്ചവൻ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ ലഹരി ഒഴിവാക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇത്രയും സമയം നാവട്ടടിച്ചത് നിങ്ങളെ ഖുർആനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഖുർആനിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾ ഒരർത്ഥവും അറിയാതെ, ഒരു ആശയവും അറിയാതെ നിരന്തരം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. നിങ്ങൾ ഖുർആനിലെ എല്ലാ കൽപ്പനകളും, ഒട്ടുമിക്ക കൽപ്പനകളും യാന്ത്രികമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തും. അതാണ് ഖുർആനിൻ്റെ പ്രത്യേകത. ഖുർആനിലേക്ക് തിരിച്ചു വരിക. നിരന്തരം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. ഖുർആൻ പാരായണം ചെയ്യാത്ത സന്ദർഭത്തിലാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിവ്യവചനം മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കും. ആ ദിവ്യവചനം മാത്രം മുറുകെ പിടിക്കും. മറ്റെല്ലാ തസ്ബീഹുകളും മറ്റെല്ലാ സലാത്തുകളും ഒരു വശത്തൊട്ടേക്ക് മാറ്റിവെക്കും. ഈ കൊറോണ വന്ന് നമ്മളെ പരീക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിലെങ്കിലും നിങ്ങൾ ഖുർആനിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾ യഥാർത്ഥ തസ്ബീഹിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തസ്ബീഹിലേക്ക് തിരിച്ചു വരിക. പുരോഹിത പുരാണങ്ങൾ ഒരു വശത്തോട്ട് മാറ്റിവെക്കും. ഇനി എന്താണ് ഈ കൊറോണ? എന്തുകൊണ്ടത് യഹജൂജ് ആയിക്കൂടാ?
എന്തുകൊണ്ട് ഇനി വരുന്ന കൊറോണ മഹജൂജ് ആയിക്കൂടാ? നമുക്ക് അക്കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ദൈവാനുഗ്രഹത്തോടുകൂടി തൽക്കാലം വിടാം.